മന്ത്രിപ്രതീക്ഷയിൽ കാസർഗോഡ് ജില്ല. UDF ഭരണത്തിൽ ഏറ്റവും ഒടുവിലായി 1/4 നൂറ്റാണ്ട് മുൻപാണ് ജില്ലയിൽ നിന്നും ഒരു മന്ത്രിയുണ്ടായത്. വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ 2 മന്ത്രിസ്ഥാനം ലഭിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. കാസർഗോഡ് ജില്ലക്കാർക്ക് വിദഗ്ധ ചികിത്സ കിട്ടണമെങ്കിൽ മംഗളൂരുവിനെയോ കണ്ണൂർ മെഡിക്കൽ കോളേജിനെയോ ആശ്രയിക്കേണ്ട ഗതികേടാണ്. ഉക്കിനടുക്കയിൽ മെഡിക്കൽ കോളേജ് പേരിന് മാത്രം. കിടത്തി ചികിത്സയില്ലാത്ത കേരളത്തിലെ ഏക മെഡിക്കൽ കോളേജാണ് ഇത്. റവന്യൂ ഭൂമി ഏറെയുള്ള ജില്ലയിൽ സർവ്വമേഖലയിലും പിന്നോക്കാവസ്ഥ. അന്താരാഷ്ട്ര ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിച്ച ബേക്കൽ കോട്ടയും കേരളത്തിലെ ഊട്ടി എന്നറിയപ്പെടുന്ന റാണിപുരവും ഉൾപ്പെടെ ടൂറിസം രംഗത്ത് അനന്ത സാധ്യതകളുള്ള ജില്ലയിൽ ഇത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ സാധിച്ചിട്ടില്ല. ജില്ലയിൽ നിന്നൊരു മന്ത്രിയില്ലാത്തതാണ് ഇത്തരത്തിൽ കാസർഗോഡിൻ്റെ വികസന മുരടിപ്പിന് കാരണമാകുന്നത്. UDF ഭരണത്തിൽ ഏറ്റവും ഒടുവിലായി 1/4 നൂറ്റാണ്ട് മുൻപാണ് കാസർഗോഡ് ജില്ലയിൽ നിന്നും ഒരു മന്ത്രിയുണ്ടായത്. 2001 മഞ്ചേശ്വരത്ത് നിന്നും വിജയിച്ച ചെർക്കളം അബ്ദുല്ല. AK ആന്റണി മന്ത്രിസഭയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്നു ഇദ്ദേഹം. കാസർഗോഡ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്ന CT അഹമ്മദ് അലി 1991 മുതൽ 1995 വരെയുള്ള K കരുണാകരൻ മന്ത്രിസഭയിൽ തദ്ദേശ സ്വയംഭരണ മന്ത്രിയായും 1995, 1996 കാലത്തെ AK ആന്റണി മന്ത്രിസഭയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായും പ്രവർത്തിച്ചിരുന്നു. ഇത്തവണ ഇടതുകോട്ടകൾ ഉൾപ്പെടെ തകർത്ത് ജില്ലയിൽ 4 മണ്ഡലങ്ങളിലാണ് UDFന്റെ വിജയം. പുതിയ UDF മന്ത്രിസഭയിൽ കാസർഗോഡ് നിന്നുള്ള ഒരാൾ ഉണ്ടാകുകയാണെങ്കിൽ വിവിധ മേഖലകളിൽ ജില്ല നേരിടുന്ന പ്രശ്നങ്ങളിൽ കൃത്യമായ ഇടപെടൽ നടത്തുവാൻ സാധിക്കും. ഇത്തവണ ജില്ലയിൽ UDF ഉജ്ജ്വല വിജയം നേടിയ സാഹചര്യത്തിൽ മന്ത്രിസ്ഥാനത്തിന് അർഹതയുണ്ടെന്ന് പൊതുപ്രവർത്തകനായ നാസർ ചെർക്കള പറഞ്ഞു. മറ്റ് ജില്ലകളിൽ നിന്നും 2ഉം 3ഉം പേരൊക്കെയാണ് മന്ത്രിമാരായി വരുന്നത്. പിന്നോക്കാവസ്ഥയിലുള്ള ജില്ലയുടെ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ 2 മന്ത്രിസ്ഥാനം വേണമെന്നും നാസർ ചെർക്കള കൂട്ടിച്ചേർത്തു. കാസർഗോഡ് ജില്ല കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് ഏറ്റവും കൂടുതൽ അവഗണന നേരിടുന്ന ഒരു ജില്ല. പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, അടിസ്ഥാന സൗകര്യ വികസനത്തിലൊക്കെ വലിയ അവഗണന നേരിടുന്നുണ്ട്. അപ്പോൾ നമുക്ക് MLA മാരുണ്ട്. അതിൽ ഓരോ ഭരണ കാലയളവിലും മന്ത്രിമാരാകുന്നത് വളരെ കുറവാണ്. ചില ഭരണ കാലയളവിൽ 5 വർഷം മന്ത്രിയെ തരാറില്ല. അങ്ങനെയുള്ള ഒരുപാട് കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. 1982 മഞ്ചേശ്വരത്ത് B രാമയ്യ ഷെട്ടിയായി, 1991 കാസർഗോഡ് CT അഹമ്മദ് അലി, 2001 മഞ്ചേശ്വരത്ത് നിന്ന് വിജയിച്ച ചെർക്കളം അബ്ദുള്ള, 2016 കാഞ്ഞങ്ങാട് നിന്ന് വിജയിച്ച LDF-ൽ, ആദ്യം 3 പറഞ്ഞത് UDF-ലാണ്, രണ്ടാമത് LDF-ൽ E ചന്ദ്രശേഖരൻ കാഞ്ഞങ്ങാട് നിന്ന് വിജയിച്ചു. മന്ത്രിമാർ അവരെ പോർട്ട്ഫോളിയോ വെച്ചിട്ടും അല്ലാതെയും കുറേ വികസനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഇതിനൊന്നും തുടർച്ചയില്ലാത്തതിൻ്റെ കാരണം മറ്റ് ജില്ലകളിൽ 2ഉം 3ഉം മന്ത്രിമാരൊക്കെ കിട്ടുമ്പോൾ കാസർഗോഡ് ജില്ലയ്ക്ക് ഒരു മന്ത്രി പോലും തരാത്ത അവസ്ഥകളുണ്ട്. ഇത്തവണ ഈ 2026 UDF അധികാരത്തിൽ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ 4 MLA-മാർ കാസർഗോഡ് കിട്ടിയ സാഹചര്യത്തിൽ തീർച്ചയായും 2 പേരെ മന്ത്രിയാക്കണം എന്നുള്ളത് വളരെ നിർബന്ധമാണ്. കാസർഗോഡ് ഏറ്റവും കൂടുതൽ അവഗണന നേരിടുന്ന ഒരു ജില്ല ആയതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞത് 2 മന്ത്രിമാരെ, ഇപ്പോൾ 2 കോൺഗ്രസും 2 മുസ്ലിം ലീഗുമാണ്. ഓരോ പാർട്ടിയിൽ നിന്ന് ഓരോ ആളെ, ഒരു MLA മന്ത്രിയാക്കുന്നതാണ് കാസർഗോഡ് ജില്ലയുടെ വികസനത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. മഞ്ചേശ്വരത്ത് നിന്നും ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് വിജയിച്ച AKM അഷ്റഫിൻ്റെ പേര് മന്ത്രിസ്ഥാനത്തേക്ക് സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നതായാണ് വിവരം. തൊട്ടടുത്ത കണ്ണൂർ ജില്ലയിൽ നിന്നും ലീഗിന് MLA-മാർ ഇല്ലാത്തതും കാസർഗോഡിന് മന്ത്രിസഭയിൽ പ്രാതിനിധ്യത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ജില്ലയുടെ വർഷങ്ങളായുള്ള മന്ത്രിക്ഷാമം AKM അഷ്റഫിലൂടെ മാറിയാൽ കാസർഗോഡിൻ്റെ വികസന പ്രതീക്ഷകൾ യാഥാർത്ഥ്യമാക്കുവാൻ അത് പുതിയ കരുത്തായി മാറും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.